വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം എത്തുന്ന പേരായി മാറിയിരിക്കുകയാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. ഓരോ വിദ്യാർത്ഥിക്കും മികച്ച വിദേശ പഠനത്തിലൂടെ നല്ല ഭാവി ഒരുക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. കേരള പോപ്കോൺ എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് ഗീക്സ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ആനിമെ, ഗെയിമിംഗ്, ബോർഡ് ഗെയിമിംഗ്, ആർട്ട്, അതേപോലെ കോമിക്സ്, ഇതൊക്കെ താല്പര്യമുള്ള കുറച്ച് ആളുകൾ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണ്. രണ്ടായിരത്തി 16-14 ആ ഒരു ഏകദേശം ഒരു 10 കൊല്ലത്തോളം മുമ്പ് നമ്മൾ കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് പോലെ സ്റ്റാർട്ട് ചെയ്തു. ബേസിക്കലി അന്ന് ഈ മാർവൽ മൂവിയൊക്കെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഫാൻഡം കയറി വരുന്ന സമയത്ത് നമുക്കതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് വേണം എന്ന് തോന്നിക്കഴിയുമ്പോൾ തുടങ്ങിയതാണ്. ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് മെയിനായിട്ട് സ്റ്റാളുകൾ വരുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമിക് ക്രിയേറ്റേഴ്സ്, ആ ആർട്ടിസ്റ്റുകൾ അവരുടെ ആർട്ട് അല്ലെങ്കിൽ കോമിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്റ്റോൾസ് വെക്കാറുണ്ട്. പിന്നെ മാർവൽ, DC അല്ലെങ്കിൽ ആനിമി പോലത്തെ മർച്ചൻഡൈസുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ടീഷർട്ട്സ് കാര്യങ്ങൾ കിട്ടുന്നത്. അതുകൂടാതെ കളക്റ്റബിൾസ്, ഫോർ എക്സാമ്പിൾ ഡൈകാസ്റ്റ് കളക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്മറബിലിയ കളക്ടേഴ്സ്, അങ്ങനെയുള്ള കളക്ടേഴ്സിൻ്റെ സ്റ്റോളുകൾ. പിന്നെ ഇതുകൂടാതെ ആർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റോളുകളാണ് നമുക്കിവിടെ വരുന്നത്. So I've been drawing and making little comics ever since I was a kid. I didn't know that there was such a huge comics community in Kochi, but I think I found out through the last Indie Comics Fest, and ever since I've been connecting with these amazing artists, and I've been getting feedback on my work. And I think more than selling our work or anything, it's about sharing our experience as an artist with each other. I'm cosplaying as Foss from Guilty Gear Strive. He is an unlicensed doctor who was a serial killer. No, actually he was a licensed doctor until he failed an operation and gone crazy and became a serial killer. But he is still on a path of trying to help others in need and stuff. He's just broken inside. ഞാൻ കുറച്ച് കാലമായിട്ട് കോമിക്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്ത്യ കോമിക് ഫെസ്റ്റ് എന്നുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ ചെയ്തൊരു കോമിക്കാണ്, എഴുതി വരച്ച ഒരു കോമിക്കാണ്. ഔട്ട്സൈഡേഴ്സ് എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഒരു അക്കോർഡിയൻ സ്റ്റൈൽ കോമിക്കാണ്. ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നതെന്ന്. അവിടെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ അകത്തോട്ട് കാണാമെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത്, പ്രൈവസി എന്നുള്ളൊരു തീമിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതി വരച്ചൊരു കോമിക്കാണ്. ഞാനിപ്പോൾ കോസ്പ്ലേ ചെയ്യുന്നത് എക്കോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ആർക്കെയിൻ സീരീസിലെ. എക്കോ ഒരു റിബല്യസ് ആയ ഒരാളാണ്. ഫസ്റ്റ് സീസണിൽ നിലവിൽ ആളൊരു വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ലീഡർ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. നമ്മൾ 1:100 സ്കെയിൽ മുതൽ 1:12 സ്കെയിൽ വരെയുള്ള മോഡൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. RC ജീപ്പാണിത്. ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ബൈക്സ്, കാർസ്, ഫ്ലൈറ്റ്സ്, അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഡൈകാസ്റ്റുള്ള എല്ലാ മോഡൽസും കളക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. So Musalman is a political satire story where like it's basically science fiction for what India is. Like I'm like the extension of what like is going on in the country. I make fun of everything. It's reacting to what it means to be Muslim in this country. So that's the origin story of Musalman, in which like we find out who he is, what his powers are, etc., etc. So my character is Monkey Luffy from One Piece. And I chose this cosplay because like Luffy, you can be anything if you put your soul to it. So even if you're a pirate, you are a human, you should do good. That's the point.